8 ദിവസം നീണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ വഴിയിലൂടെയാണ് നമ്മൾ ഒരുപാട് ദിവസങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടും മരുഭൂമിയിലൂടെ, കൊടും കാട്ടിലൂടെ, പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ ഈ സഞ്ചാരം. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? തൽഅത്തു ഉമ്മുൽ ഹബ്ബിൽ നിന്നും അൽ ഖുസൈബ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത സ്പോട്ട് ലക്ഷ്യമാക്കി നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വഴിമധ്യേ നമുക്കൊരു ഒട്ടകം കണ്ടു. തൊട്ടടുത്ത് തന്നെ കോവർ കഴുതയുണ്ടായിരുന്നു. അതേപോലെ ആടുകൾ കണ്ടു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഈ ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ആട് ജീവിതം നയിക്കുന്ന ഒരു പാകിസ്ഥാനിയെ കൂടി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂരയിലേക്ക് കയറിയപ്പോഴേക്കും ഒന്നുമില്ല. ചെറിയൊരു കട്ടിലും ഒരു പുല്ലും അതുപോലെ ലാമ്പും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു ഗ്യാസ് അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഒരു ആട് ജീവിതം ശരിക്കും അങ്ങനെ എന്താ പറയുക, നമ്മൾ നേരിട്ട് കണ്ടു എന്ന് പറയാം. കാരണം ഇവിടേക്ക് ഇത് കാട്ടിനകത്താണ്. ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലെത്തണമെങ്കിൽ. ഒരു ചാക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ബാത്റൂമൊക്കെയാണ്. വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ഞങ്ങൾ ഖുസൈബയിലേക്ക് തന്നെ നീങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇപ്പോൾ 5 പേരുണ്ട്. ആമിർ ബിൻ ഫുഹൈറയും അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്തും സിദ്ദീഖുൽ അക്ബറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പുറമെ വഴികാട്ടുവാൻ വേണ്ടി പ്രത്യേകമായി മരുഭൂമിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത പുതിയ ഒരാൾ കൂടി ഈ സംഘത്തിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അതാ ഖുസൈബയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ ബാക്കിയായിട്ട് നോക്കിയേ, ടയർ ഇതിൻ്റെ അപ്പുറം വരുന്നില്ല. എത്ര ആയാലും വലിയ വലിയ തുഞ്ചൻ കല്ലുകളാണ്. വണ്ടി ഇവിടെ സ്റ്റക്കായ പോലെയാണ് ഉള്ളത്. നല്ലൊരു കയറ്റുണ്ട്. ആ കയറ്റം കയറിയിട്ട് വേണം ഇനി പോകാൻ. കുറച്ച് പണിയാണ്. ഏതായാലും പോയി നോക്കി, അവിടെയും ചെറിയ റോഡാണ്, ബാക്കിലും അങ്ങനെയാണ്. അപ്പോൾ 2 സൈഡും പോകാൻ പറ്റാത്ത പോലെയാണ് ഉള്ളത്. ഏതായാലും ബാക്കിലോട്ട് തന്നെ പോകും, അതായിരിക്കും നല്ലത്. ഇതിലൂടെ വന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നോക്കിയേ, ഹിജ്റ വന്ന വഴി എന്ന് പറഞ്ഞാൽ അത്ര ചെറുപ്പം. അപ്പോൾ 2 സൈഡിലും മലകളായതുകൊണ്ട് തന്നെ ചെറിയ വഴിയാണ്. എത്ര വണ്ടി പോയാലും ഒരു സ്ഥലത്ത് കുടുങ്ങും, ഉറപ്പാണ്. അപ്പോൾ അവർ വണ്ടി ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രീ പറയാം. മാഷാ അല്ലാ. അടുത്ത പോയിൻ്റായ ഖുസൈബയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ 2-3 വഴികളിലൂടെ ട്രൈ ചെയ്ത് നോക്കി, കഴിയുന്നില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ ഓഫ് റോഡ്, ഇവിടെ ഡെഡ് എൻഡാണ് കാണിക്കണത്. ഏതായാലും നമ്മൾ നോക്കാം ഇൻഷാ അല്ലാ. ഇനി വേറെ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. എവിടെയാണോ എത്തിപ്പെടുന്നത് അനുസരിച്ച് ചെയ്യാം ഇൻഷാ അല്ലാ. അതെ, നമ്മൾ ഒരുപാട് സമയം കുറേ ഹൈറ്റ് കയറി ഇറങ്ങി. നമ്മൾ ഡ്രൈവർ കുഴങ്ങിയില്ല. പക്ഷേ നമ്മുടെ ഡ്രൈവറും നമ്മുടെ റൂട്ട് മാപ്പറും നമ്മുടെ ഗൈഡും നമ്മുടെ എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഏതായാലും നോക്കട്ടെ. നമ്മളിപ്പോൾ 4 മലകൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. വഴി തെറ്റിയാൽ ഒരു ദിക്കറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു ഹജ്ജിന് പോയി. ഒരു കഥയും പഠിക്കാൻ എൻ്റെ അടുക്ക്. അങ്ങനെ അദ്ദേഹം പറയാണ് 5 ഹജ്ജിന് ഞാൻ പോയിട്ടുണ്ട്. അതിൽ 3 വാഹനപ്പുറത്തും 2 നടന്നിട്ടുമാണ് പോയത്. അങ്ങനെ നടന്നു പോകുന്ന ഹജ്ജിൽ എനിക്ക് വഴി തെറ്റിയപ്പം ഫകുന്തു അഖൂലു യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്. ജിന്നുകളെയും മലക്കുകളെയൊക്കെ സഹായം ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല തരീഖ്. യാ ഇബാദല്ലാഹുവിൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, ജിന്നുകൾ. അപ്പോൾ നമ്മളെ മലക്കുകളെ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കും, ഈ വഴി പിടിച്ചോളി, ഈ വഴി പിടിച്ചോളി. ഷഹസീൻ പറഞ്ഞോ. അള്ളാഹുവിൻ്റെ അടിമകളെ ദുല്ലനി ഞങ്ങൾ അറിയിച്ചു തരണേ. ദുല്ലനി എന്ന് പറഞ്ഞാൽ ദല്ലാളെ കേട്ടിട്ടില്ല, അറിയിക്കണം, ബ്രോക്കർ. ദുല്ലനി ഞങ്ങൾ അറിയിച്ചു തരണേ അല തരീഖ്, വഴിൻ്റെ മേൽ വഴി അറിയിച്ചു. തൽക്കാലം വഴി തെറ്റിയിട്ടാണുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം നാം ഇതാ ഖുസൈബ മലയുടെ മറുവശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വഴി പോകാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരു വഴി തേടി നമ്മൾ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മളിങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ വന്നപ്പോൾ നോക്കിയ ഒരുപാട് ജറാദിൻ്റെ ഒരു കൂട്ടം. ഇതൊക്കെ ജറാദ് കേട്ടോ. നോക്കിയ ജറാദ് പക്ഷികൾ, ഇതൊക്കെ ജറാദ് പക്ഷികളാണ്. കണ്ണിലേക്ക് പോകും. ഈ ജറാദ് അറബികൾ കഴിക്കൂട്ടോ, ഇങ്ങനെ പറക്കി കഴിക്കും. നോക്കിയ പച്ച കളറുണ്ട്, വേണോ? ഡബ്ബയിലിട്ട് തരണോ? ജറാദ് പക്ഷികളെ കണ്ടപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നുന്നു. 1, മരിച്ചാലും നജസാകാത്ത 3 വസ്തുക്കളിൽപ്പെട്ടതാണ്. 1 ജറാദ്, 2 മത്സ്യങ്ങൾ, 3 മനുഷ്യന്മാർ. 2, അന്ത്യനാളിന് ശേഷം
മനുഷ്യരെ പുനർജനിപ്പിക്കുന്നത് ജറാദുകളെപ്പോലെയായിരിക്കുമെന്ന്. 3. ഖിയാമത്ത് നാളെടുക്കുമ്പോൾ ജറാദ് കിളികൾ അധികരിക്കും. പെട്ടെന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പ് മൊത്തമായിട്ട് മാറി മരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുവരെ നമ്മൾ വന്നത് പച്ചപ്പ് നിറഞ്ഞ മാമലകളുള്ള ഗിരിനിരകളിലൂടെയാണെങ്കിൽ ഇപ്പോൾ പരന്ന് കിടക്കുന്ന മരുഭൂത്താരയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആടുകൾ നോക്കിയാൽ മാഷാ അല്ലാ എന്ത് രസമുള്ള ആടുകൾ ഈ മരുഭൂമിയിൽ നോക്കിയാൽ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ചെമ്മരി ആടുകൾ കേട്ടോ. ഇങ്ങനെ പലതരത്തിലുള്ള ആടുകളും പലതരത്തിലുള്ള മരുഭൂമികളും നമുക്ക് പല കളറിലും കാണാൻ പറ്റും. ഹിജാസിലെ ഏറ്റവും വലിയ വാദിയാണ് വാദിൽ ഫറ. വിശാലമായി കിടക്കുന്ന ഏക്കറക്കണക്കിന് ഒഴിഞ്ഞു കിടക്കുന്ന നിരന്ന പറമ്പിലൂടെയാണ് കുറേ സമയമായി നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാദിൽ ഫറയിലൂടെ അടുത്ത സ്പോട്ടായ മുലൈസ മലയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഇതിലൂടെയും പാസ് ചെയ്തിരുന്നു. നാം സഞ്ചരിക്കുന്ന വാദിൽ ഫറയിൻ്റെ ഈ ഭാഗം കാഫിലക്കൂട്ടങ്ങൾ പ്രധാനമായും സഞ്ചരിക്കുന്ന റോഡിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അന്നത്തെ സഞ്ചാരപാതയുടെ പ്രധാന റോഡിൻ്റെ ഭാഗത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിയുകയും വീണ്ടും അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു പാത പിടിക്കുകയുമായിരുന്നു. മദീനയിലേക്ക്, ആ കാലഘട്ടത്തിലെ യസ്രിബിലേക്ക് അന്ന് പോകുന്ന കച്ചവട സംഘം മക്കയിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്ന് തിരിച്ചു വരുന്നവരുമൊക്കെ യസ്രിബ് ലക്ഷ്യമാക്കി പോകുമ്പോൾ ഈ വഴി പോകാറുണ്ടായിരുന്നു, പാസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കൂ, ഈ വിശാലമായ താഴ്വര, ഈ വാദി ലഖ്ഫിലാണ് ഗാർ സൗറിൽ നിന്ന് തുടങ്ങി 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത്. ഇവിടെയാണ് അന്ന് രാത്രി ഉറങ്ങിയത്. അപ്പോൾ ഇത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുദലജ് ലഖ്ഫി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പിന്നെ അടുത്ത 4-ാം ദിവസത്തെ യാത്രക്കായി പുറപ്പെടുക. അങ്ങനെ പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീസലമിൽ എത്തുന്നുണ്ട്. ഒരുപാട് വഴികളിൽ ഇതിൽ മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നാം പോകാൻ ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇടയ്ക്ക് നമുക്ക് ഓഫ് റോഡ് തന്നെയായിരുന്നു. കുറേ നേരം ഒരു 5-8 സ്ഥലങ്ങൾ നാം കവർ ചെയ്തത് ഓഫ് റോഡിലൂടെ മാത്രമാണ്. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട്, എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അടുത്ത ഹിജ്റയുടെ 3-ാം ദിവസം താമസിച്ച വാദി ലഖ്ഫിലൂടെയാണ് നാം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഒഴുകിപ്പോകുന്ന ഒരു പുഴ പോലെ തോന്നിപ്പിക്കുന്ന, അഥവാ മഴക്കാലത്തൊക്കെ മലവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പുഴയുടെ രൂപം കാണാം. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഉണ്ടാക്കി വാദി ലഖ്ഫും അതുപോലെ ഇതര കുസൈബുമയും ഒക്കെ ബന്ധിപ്പിക്കുന്ന റോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓഫ് റോഡൊക്കെ സജീവമായി ഇപ്പോഴും ഉണ്ട്. വശ്യമനോഹരമായ വാദി ലഖ്ഫ് പിന്നിട്ടുകൊണ്ട് നാം യാത്രയാകുന്നത് മുദ്ലജ് ലഖ്ഫിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലെ ഓരോ പോയിന്റുകളും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. നാം യാത്ര തുടങ്ങി 3 ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയ സ്ഥലത്ത് നാം 4 ദിവസം എടുത്തു എത്തിപ്പെടാൻ. ഇങ്ങനെ വീണ്ടു കിടക്കുന്ന ഒരു ത്യാഗ സഫര്യയുടെ തുടർക്കഥകളാണ് ഹിജ്റ എന്ന് നാം മനസ്സിലാക്കുക. ഈ വഴി ഉടനീളം ബദവികളായ അറബികൾ ഉപയോഗിക്കുന്ന അവരുടെ ആട്ടിൻപറ്റത്തിനു വെള്ളം കൊടുക്കുവാനും അതുപോലെ തന്നെ ഒട്ടകക്കൂട്ടങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുമൊക്കെയുള്ള സൗകര്യം വാദി ലഖ്ഫിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അൽഹംദുലില്ലാ, ഈ 4 ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം പൂർത്തിയാക്കിയ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു. പ്രധാനമായും 1-ാം ദിവസം ഉറങ്ങിയ ഖുറാ ഉൽ ഗമീമിൽ തന്നെ നമുക്ക് നമ്മുടെ യാത്രയുടെ 2-ാം ദിവസം ഉറങ്ങാൻ സാധിച്ചു. ഞങ്ങളുടെ യാത്ര ഒരല്പം വൈകി, ഉംറയൊക്കെ കഴിഞ്ഞ് വൈകി തുടങ്ങിയതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 1-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബത്ഹാ ഖുറൈശ് വഴി നേരെ ബുഷൈമാത്ത് പർവ്വത നിരകളിലേക്കാണ് പോയത്. ബുഷൈമാത്ത് പർവ്വതത്തിൻ്റെയും അബൂ ഇലാം പർവ്വതത്തിൻ്റെയും ഇടയിലാണ് ആദ്യത്തെ ദിവസം ഞങ്ങൾ വിശ്രമിച്ചത്. അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി നേരെ വാദി ഇബ്രാഹിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലിട്ട് കൊടുത്ത ഭാഗം, അവിടെ നിന്ന് നേരെ ഹുദൈബിയ വഴി ഹദ്ദുൽ ഹറം വഴി സനിയത്തുൽ മുറാറ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോയത് ലജ്നാൻ പർവ്വതത്തിൻ്റെ ഭാഗത്തേക്കാണ്. ലജ്നാൻ പർവ്വതത്തിൻ്റെ അടുത്ത് നിന്ന് നാം നേരെ പോയത് ഖുറാ ഉൽ ഗമീം. അങ്ങനെ തുടങ്ങി ഓരോ വഴികളും പിന്നിട്ട് നാം ഇന്നലെ വാദി സാദിലാണ് നമ്മൾ ഉറങ്ങിയത്. അതിനിടയ്ക്ക് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഖൈമ, അതുപോലെ തന്നെ സുറാഖ ബിൻ മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കാൻ വേണ്ടി വന്ന സ്ഥലം അടക്കം പലതും കഴിഞ്ഞു. ഇപ്പോൾ മദീന പ്രൊവിൻസിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മക്ക ദൂരെയും
അതുപോലെ മദീന വളരെ അടുത്തുമായാണ്. അടുത്തെന്ന് പറയുമ്പോൾ ഇനിയും 300ഓളം കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട്. എന്നാൽ ആപേക്ഷികമായി മക്കയിലേക്ക് ദൂരം കൂടുതലാണ്. മലയിടുക്കുകളിലൂടെ, ഗിരിനിരകളിലൂടെ, പർവ്വതങ്ങൾ പിന്നിലാക്കി നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം മുദലജ് ലഖ്ഫാണ്. മുദലജ് ലഖ്ഫ് കഴിഞ്ഞാൽ ദീസലം അടക്കം ഒരുപാട് സ്ഥലങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാസ് ചെയ്ത് ഓരോ ദിവസവും ഏകദേശം ഒരു 50-55 കിലോമീറ്ററാണ് പാസ് ചെയ്തത്. അത് നമുക്ക് ഇത്തരണത്തിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് പാസ് ചെയ്യുമ്പോൾ കിലോമീറ്ററുകളുണ്ടാവും, 100-ലേറെ, 150 കിലോമീറ്ററിൽ. പലതും ഓഫ് റോഡ് ആകുമ്പോൾ നമുക്ക് സ്പീഡിൽ ഓടാനും സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ട് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ മല കയറിയിട്ടും മല നേരെ കയറി ഇറങ്ങാൻ സാധിക്കും. നമ്മളൊരു വാഹന സൗകര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ മലയുടെ താഴ്വാരങ്ങളിലൂടെ പലപ്പോഴും ചുറ്റി വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസം ഈ യാത്രയ്ക്ക് എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴും മക്കയിൽ നിന്ന് ഒട്ടകപ്പുറത്തുള്ള സഞ്ചാര സൗകര്യം ഒരുക്കുന്നുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ആപേക്ഷികമായിട്ട് കുറവാണ്. ഇപ്പോൾ ഇതാ മദീനയുടെ ഒരു ബോർഡ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ നമ്മൾ വഴിയിൽ മൈൽ സ്റ്റോൺ കാണിച്ച പോലെ അതിൻ്റെ ആധുനിക സൗകര്യം, നെയിം ബോർഡുകളൊക്കെ ഉള്ളൊരു പ്രദേശം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ തൽക്കാലം യാത്ര ഇടയ്ക്ക് ഒരു വിശ്രമം കൊടുക്കാം. ഭക്ഷണം കഴിച്ച് നമ്മളെ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് നേരെ ഇൻഷാ അല്ലാ യാത്ര വീണ്ടും തുടരാം. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത 9th പാർട്ട് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും അടങ്ങിയ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മുഴുവൻ കാണാവുന്നതാണ്. ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഇനിയും ഇങ്ങനെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.